ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല മെറൂൺ കളറിലോട്ട് ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് ഉള്ള ഒരു യോക്ക് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഒരു ബക്കറ്റ് ഷേപ്പ് തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് നല്ലൊരു കളർ ആട്ടോ, മെറൂൺ കളറാണ്. ഇതിന്റെ യോക്ക് ഞാൻ കാണിച്ചത് ഇത് ഫുള്ളി ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഫുള്ളി അത്രയും ഹെവി വർക്ക് ആണ് ത്രെഡ് കൊണ്ടുള്ള. അതും ഒരു പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന വർക്കാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. നമ്മൾ എപ്പോഴും സ്ലീവിലോട്ട് ബോർഡർ ഒക്കെ വെക്കുന്നതല്ല. അപ്പൊ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് സ്ലീവിലോട്ട് ബോർഡർ കൊടുത്തിട്ടില്ല. കാരണം ഇത് അത്യാവശ്യം കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ്. ലൈൻ പാറ്റേണിലോട്ടോ ചെയ്തേക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. അപ്പം ഇതുപോലെ ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെന്താ ക്രേപ്പ് ലൈനിങ് ആണ് വെച്ചേക്കുന്നത്. യോക്ക് ഇതേപോലെ ഉണ്ടാവും. ഒരു ഇതേപോലെ കണ്ടോ. ഇനി സ്ലീവിലോട്ട് ചെറിയ ബോർഡർ വെക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പറഞ്ഞാൽ മതി. ചെറിയൊരു ബോർഡർ ആയിട്ട് അത് ക്ലോസിലേക്കായിട്ട് വി സ്ട്രെയിറ്റ് ടു വി ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓവർ ഒരു യെല്ലോ അല്ല. ഇത് നമ്മളെ എയർലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ യോക്കില് നല്ലൊരു ഹെവി എംബ്രോയിഡറി ഉള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത്രയും ഹെവി ആണ്. ത്രെഡ് കൊണ്ടും എല്ലാം സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ക്ലോസ് ആയിട്ട് ഇതാണ് അതിന്റെ എംബ്രോയിഡറി വരുന്നത്. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഫുള്ളി ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആണ്. ഫ്രണ്ടിലോട്ട് ഇതുപോലെ നമ്മൾ ഫുള്ളി പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ദുപ്പട്ട വേണമെങ്കിൽ സെയിം ടോൺ തന്നെ ജോർജറ്റ് നമ്മൾ പെയർ ചെയ്ത് തരാൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് ക്രഷ്ഡ് ഓർഗൻസി ആണ് കേട്ടോ. ഞാൻ അതിന്റെ മെറ്റീരിയൽ ക്ലോസ് ആയിട്ട് കാണിക്കാം. അതിനകത്തോട്ട് പ്യുവർ ആയിട്ടുള്ള ഡൈ ചെയ്ത് ത്രെഡ് കൊണ്ടുള്ള വർക്കുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ ഡിസൈൻ ഫാബ്രിക് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആണ്. ക്രഷ്ഡ് ഓർഗൻസ് വേണ്ടത് കണ്ടോ. ഒരു ചെറിയൊരു ഷൈനിങ്, ഒരു ക്രഷ്ഡ് ഫീൽ നൽകുന്നത്. ഇതുപോലെ അതിന്റെ ഫ്രണ്ടിലെ യോക്ക് ഇതേപോലെ എന്താ പറയാ പ്യുവർ ആയിട്ട് ഡൈ ചെയ്ത ഫാബ്രിക്കിലോട്ട് സീക്വൻസും ത്രെഡും വെച്ചുള്ള വർക്ക് എയർലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. നല്ലൊരു ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞില്ല, ഫാബ്രിക് തന്നെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ നെക്ക് ഇതേപോലെ ഒരു ബോട്ട് നെക്ക് പോലെ കൊടുത്തിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ബോർഡർ കൊടുത്തിട്ടില്ല. അപ്പം ലെങ്ത് 48. പിന്നെ സെയിം ടോൺ തന്നെ ബോട്ടം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബോട്ടം വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ. നല്ലൊരു മെറൂൺ കളർ. എന്താ വെച്ചാൽ എന്താ പറയാ, ഒരുപാട് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിമിലർ പാറ്റേൺ ആട്ടോ. സെയിം തന്നെയാണെന്നല്ല, അത് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ യോക്ക് മെറ്റീരിയൽ ഇതൊരു പ്യുവർ ഫാബ്രിക്കിലോട്ട് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. വെച്ചാൽ ഒരു ഗോൾഡൻ കളർ സെറി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. പിന്നെ ഈ ടോപ്പിന്റെ ഫാബ്രിക് പ്യുവർ ആയിട്ടുള്ള ക്രേപ്പ് സിൽക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിട്ട് വി നെക്ക് വെച്ചിട്ട് എന്താ പറയാ പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫാബ്രിക് വരുന്നത്. നല്ല മെറൂൺ കളറാണ് കേട്ടോ. അതിനകത്തോട്ട് യോക്ക് ഇതാ ഇതേപോലെ ത്രെഡും ജെറി എല്ലാം വെച്ചിട്ട് ഒരു എംബ്രോയിഡറി പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് രണ്ടും പ്യുവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അത് ഞാൻ മുമ്പേ പറയുന്നുണ്ട്. ലെങ്ത് 48 വരുന്നുണ്ട്. എയർലൈൻ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. നല്ല അടിപൊളിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനെക്ക് വെച്ചിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുമ്പ് എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ കിട്ടിയതാണ്. വീനെക്ക് ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പാറ്റേൺ വന്നിട്ട് ഇതൊരു നല്ല റാണി പിങ്ക് കളറാണ്. ഇതിന്റെ യോക്കിൽ വെച്ചേക്കുന്നതും പ്യുവർ ആണ്. അപ്പോൾ ബാക്കി ജോർജറ്റിൽ തന്നെ നമുക്ക് വാഷ് ചെയ്താലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ യോക്ക് മാത്രം നല്ല സ്റ്റീം അയൺ ചെയ്താൽ മതി. ഇതിന്റെ റാണി പിങ്ക് കളർ ഇതിനോട്ടുള്ള യോക്ക് ഇതേപോലെ ഉണ്ടാവും. ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വെച്ചിട്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ സെയിം തന്നെ സിമിലർ ടോണിലെ ദുപ്പട്ട ഇതിന് പെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ. നല്ല രസം. ഇതിന്റെ യോക്കും നമ്മൾ ആ കളറും എന്താ പറയാ സിമ്പിൾ ആണ്, എന്നാൽ നല്ല രസമാണ്. ടോപ്പും ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ.